ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് ഒരു പിക്കപ്പ് റീഡിംഗ് ആണ്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരിയിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, പ്രധാന പാഠങ്ങൾ. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, എന്ത് പാഠമാണ്, എന്തൊക്കെ പാഠങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പാണുള്ളത്. നിങ്ങൾക്ക് ഒന്നുകിൽ തംബ്നെയിലിലെ 3 ചിത്രങ്ങളിൽ നിന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി വേണം നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങളൊന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന, കണക്ട് ചെയ്യാവുന്ന, ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജസ് നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് പോകുകയാണ്. ഈ ഒരു സമയം നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പം നിങ്ങൾ തംബ്നെയിലിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഫെബ്രുവരിയിലത്തെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, നിങ്ങൾ എന്തൊക്കെ പാഠങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില പാഠങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ മറന്നു പോകും. ഓക്കെ, ആ അനുഭവങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കും, അല്ലാതെ അതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ മറന്നു പോകും. അങ്ങനെയുള്ളവർക്കാണ് ഈ റീഡിംഗ്. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവർ ഫെബ്രുവരി മാസത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോയ കാര്യങ്ങൾ, അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക, പൂർണ്ണമായിട്ടും വിട്ടു പോന്നാലേ, അത് എന്താ ഓർമ്മകളാണെങ്കിൽ പോലും ആ ഓർമ്മകളിൽ നിന്ന് പോലും വിട്ടു പോന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പുതിയ തുടക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് അത് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളിൽ ചിലർ ആ ഒരു റിലേഷൻഷിപ്പ്, ഓക്കെ, ചില പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞു പോയതിനെ വിട്ട് കളയാൻ വല്ലാത്തൊരു വിഷമം, അതിൻ്റെ ഓർമ്മകളിൽ നിങ്ങളിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചൊരു പാഠതാണ്, അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു പാഠതാണ്. നിങ്ങൾ അതിൽ നിന്ന് എന്നാണോ അതിൻ്റെ ഓർമ്മകളിൽ നിന്ന് പോലും നിങ്ങൾ കംപ്ലീറ്റ്ലി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതിനോട് യാത്ര പറഞ്ഞ്, എന്നേക്കുമായി യാത്ര പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങളുടെ ശരിയായ പങ്കാളി, നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട ആ ഒരു വ്യക്തി, ഈശ്വരൻ നിങ്ങൾക്കായിട്ട് എന്താ പറയണ്ടേ, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എഴുതി ചേർത്തിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിത പങ്കാളി, അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അപ്പോഴും ആ ഡിവൈൻ യൂണിയൻ നടക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഓർമ്മകളിൽ തന്നെ ജീവിക്കുന്നു, അതിൽ നിന്ന് നിങ്ങൾ ഒട്ടും ഡിറ്റാച്ച്ഡ് ആവുന്നില്ല. ആ ഒരു സമയം, അങ്ങനെ ഒരു സമയത്തിരിക്കെ നിങ്ങളുടെ ഈ ശരിയായ ജീവിത പങ്കാളി വന്നാൽ പോലും നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിരിക്കില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൽ കണക്റ്റഡ് ആണ്, മനസ്സിലായോ? അപ്പോൾ അത് ഒരു പ്രധാന പാഠമാണ്. നിങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ആദ്യം തന്നെ പഠിച്ചിട്ടുള്ള ഒരു പ്രധാന പാഠം അതാണ്. ഒന്നിനെ വിട്ടുകളഞ്ഞാൽ, പൂർണ്ണമായി വിട്ടുകളഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലൊരു പുരോഗതി, ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പ് വൈസ് ആ ഒരു നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ശരിയായ ആ വ്യക്തിയെ, നമ്മൾ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണോ ആഗ്രഹിക്കുന്നത് അത് നൽകാൻ കഴിവുള്ള ആ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുള്ളൂ. അവരുമായിട്ടൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടാകുള്ളൂ. ഓക്കെ, കണ്ടുമുട്ടൽ മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫും റിലേഷൻഷിപ്പും അവരുമായിട്ട് ഉണ്ടാകണമെങ്കിൽ പോലും ഈ കഴിഞ്ഞു പോയ ബന്ധങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി, ഓർമ്മകളിൽ നിന്ന് പോലും അത് പോയിട്ടുണ്ടായിരിക്കണം. ആ ഒരു പാഠം, അത് വലിയൊരു പാഠമാണ്. അതാണ് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറൊരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതൊരു കാര്യത്തിന് നിങ്ങൾ പരിശ്രമിക്കുമ്പോഴും, ഓക്കെ, നിങ്ങൾ ആ പരിശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, അതിനായിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കുമ്പോഴും പല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ ഓരോ അനുഭവങ്ങളും ഓരോ അവസരങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് 100% സത്യസന്ധരായിരിക്കാനും
ആ ഒരു സിൻസിയാരിറ്റി, ആ ഒരു സത്യസന്ധത കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു എന്താ പറയുക ന്യായമായ രീതിയിൽ ഓക്കെ ജീവിക്കാനും ഒക്കെയുള്ള ആ ഒരു പാഠങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത രീതിയിൽ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള എന്താ പറയണ്ടേ ഒരു ഐഡിയ. ഓക്കെ, അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ വേദനിപ്പിക്കാതെ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചത്. അപ്പം നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ഉയരുന്നത് അതിനു വേണ്ടി ഒരു പ്രത്യേക സമയം അല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഏതെങ്കിലും ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക, നമ്മുടെ ആ ഒരു വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്ന, അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലക്ഷ്യവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു പേഴ്സൺ എന്ന നിലയിൽ നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് വരുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വില മനസ്സിലാക്കി തരുന്ന, ഓക്കെ ആ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൽ ആ ഒരു സത്യസന്ധത, ആ ഒരു സിൻസിയറിറ്റി വെച്ച് പുലർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തരുന്ന ഒരനുഭവങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുണ്ടാവും. ആ ഒരു അനുഭവം പഠിപ്പിക്കുന്ന പാഠതാണ്. ഓക്കെ, അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യം മാത്രം നേടിയെടുക്കുക എന്നുള്ളതല്ല, ആ ഒരു യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. ആ യാത്രയിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഈ പഠിക്കുന്നത്, നമ്മുടെ ഒരുപാട് അവസരങ്ങളുണ്ട്. എന്തിന്? നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മളെന്ന വ്യക്തിയെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ, ആ ഒരു വ്യക്തിത്വത്തിൽ കാര്യമായ ഒരു മാറ്റം, പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഒരുപാട് എന്താ പറയുക അവസരങ്ങൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ആ അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി തയ്യാറാവുള്ളൂ. ഓക്കെ, ആ ഒരു പുതിയ തുടക്കമാണെങ്കിൽ പുതിയ തുടക്കത്തിൽ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആ പ്രാപ്തി നേടിത്തരുന്നത് ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കണം. അതായത് ഇതെൻ്റെ ജീവിതത്തിലെ എനിക്കൊരു പോസിറ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരാൻ, എൻ്റെ വ്യക്തിത്വത്തിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു അനുഭവമാണ്, അങ്ങനെ ഒരു അവസരമാണ്, അതൊരു അവസരമാണ് എന്ന് കണക്കാക്കിയിട്ട് വേണം ആ ഒരു അനുഭവത്തിനെ ഫേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഒരു ഹാർമോണിയസ്, ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു എനർജീനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തുന്നത് അപ്പോഴാണ്. ഓക്കെ, ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു മാസം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ടൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് എനർജിയാണ് കാണുന്നത്. ഒരു വഴക്ക്, ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടാവണം. നിങ്ങൾ പിന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ഏതൊരു പ്രശ്നം, ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശരിയായി തോന്നുന്നത് ചിലപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് അത് ശരിയായിരിക്കില്ല. നിങ്ങൾ ചെയ്ത് ശരിയായ കാര്യമായിരിക്കില്ല, നിങ്ങൾ ചെയ്ത് ന്യായമായിരിക്കില്ല. അതായത് ഒരു കാര്യത്തിൽ തന്നെ പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്, പല സൈഡുകളുണ്ട്. ഓക്കെ, പല കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അത് എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നും, എല്ലാ സൈഡിൽ നിന്നും അതിനെ വ്യൂ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ, ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ല ഞാൻ പറഞ്ഞ ഭാഗമാണ് ശരി, എൻ്റെ ഭാഗം മാത്രമാണ് ശരി എന്ന ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കടുംപിടുത്തം, അല്ലെങ്കിൽ ഒരു വാശിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതങ്ങനെ തന്നെ, ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയും അത് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ചെയ്യുക. മുന്നോട്ട് പോവില്ല, ലൈഫ് മുന്നോട്ട് പോവില്ല. ഓക്കെ, അവിടെ അതങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുക. ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അസാധ്യമായിട്ട് വരും. കാരണം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കിടന്നിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ രീതി, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസിന് അതൊരു തടസ്സമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പഠിച്ചിട്ട് പാഠതാണ്. അതായത് ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴും, ഏതൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തെറ്റായിരിക്കാം. അത് തെറ്റാൻ തോന്നുന്നതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് പലപ്പോഴും വഴക്ക് കൊണ്ടല്ല, അത് സമാധാനമായിട്ട് ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുക, ആ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ കുറിച്ച് വിശകലനം ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്, അതിന് കാരണം എന്താണ്,
അതുപോലെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്, അതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഓക്കെ രണ്ടും രണ്ട് ഒരു എന്താ പറയുക ഓരോ അഭിപ്രായങ്ങൾ ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടുള്ളത് ആ ഒരു നമ്മുടെ എന്താ ഉള്ളിലുള്ള ചില വിശ്വാസങ്ങളുടെ പുറത്താണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ രണ്ടുപേർക്കും ഒരുപോലെ ഓക്കെ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് ലൈഫ് വളരെ എൻജോയ് ചെയ്ത് സ്വസ്ഥമായിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ള അവർക്ക് എല്ലാവർക്കും കൂടെ ആ പ്രശ്നത്തിനെ എന്നേക്കുമായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അറിയില്ലായിട്ട് വഴക്കിട്ടിരിക്കുകയാണ്, അത് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ന്യായം തോന്നുന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവരുടെ ഭാഗത്ത് ന്യായം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എന്താ വേണ്ടത്, വഴക്കിടുന്നതിന് പകരം സമാധാനമായിട്ട് ഇരുന്ന് സംസാരിച്ച് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. അത് ഏതൊരു കാര്യത്തിലും അതിന് ശ്രമിക്കാനേ വേണം. അത് പക്ഷേ നിങ്ങൾ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ശ്രമിക്കണം. പക്ഷേ അതിനൊരു ഇനീഷ്യേറ്റ് നിങ്ങൾക്ക് എടുക്കാം. അവിടെ ഒരു ഈഗോ പ്രശ്നമായിട്ട് ഇരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു മാർച്ച് മാസം ഞാൻ ആശംസിക്കുകയാണ്. അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളതിൽ തൃപ്തരായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 2 ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് നൈറ്റ് ഓഫ് വോൺസ് ആണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. നൈറ്റ് ഓഫ് കപ്സ്, clarify the 10 of Pentacles. Thank you. ഓക്കെ, എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് വന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ അതിനെ വളരെ ധൈര്യപൂർവ്വം നേരിട്ടതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പക്ഷേ ആ ചാലഞ്ചിങ് സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുമല്ലോ, അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആക്ഷൻസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് കാണുന്നത്. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഓക്കെ, എന്താണോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിലായിരിക്കാം, കൂടുതലായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ സൈഡ് ഹസിൽ എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു, അതിൽ ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു, ഒരു ചേഞ്ച്, ആ ഒരു എനർജിയിലൊരു ചേഞ്ച് ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അതിൽ നിന്നൊരു ഇൻകം കിട്ടിക്കൊണ്ടിരുന്നിരുന്ന ഒരു സമയമായിരിക്കാം, പക്ഷേ ഇടയിലൊരു സ്റ്റാഗ്നൻസി വന്നപ്പോൾ മുൻപായിരുന്നെങ്കിൽ നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് പിന്നെ ആകെ നെഗറ്റീവ് തോട്ട്സ് മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, നിങ്ങൾക്ക് ആ നെഗറ്റീവ് തോട്ട്സ് വന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, കോൺഷ്യസ്ലി അതിനെ ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ അതിപ്പോൾ വന്നിട്ടില്ല എന്നർത്ഥം ഇനി ഒരിക്കലും വരില്ല എന്നല്ലല്ലോ, അത് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ 100% കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് എന്തായാലും എനിക്ക് കിട്ടിയിരിക്കും. ആ ഒരു എന്താ പറയുക ശക്തമായൊരു വിശ്വാസം നിങ്ങൾ വളർത്തിയെടുത്തു. യൂണിവേഴ്സിലും നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിലും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് എന്തായാലും റിസൾട്ട് കൊണ്ടുവരുന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ മൊത്തത്തിലൊരു പോസിറ്റീവ് ഷിഫ്റ്റ്, എനർജിയിലൊരു കാര്യമായൊരു പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങൾ കണ്ടു. അതാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും അത് അനുഭവിച്ചറിഞ്ഞു. അതായത് നിങ്ങളുടെ തോട്ട്സ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു
അതാണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം, അത് നിങ്ങൾ റിയാലിറ്റിയിൽ കണ്ട ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് പല കാര്യങ്ങളിലും നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയൊരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എടുത്ത ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. അതുപോലെ ആയിരിക്കണം ഇനി ഏതൊരു കാര്യത്തിലും. ഒരു ചാലഞ്ച് വരുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പാടില്ല, വിഷമിക്കാനായിട്ട് പാടില്ല. സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ പഠിച്ച വേറൊരു പാഠം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് രണ്ട് രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ അത് കിട്ടിയില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ ഇരിക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അത് വളരെ ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക, കൂടുതൽ സ്ട്രഗിൾസാണ് ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേസമയം ആ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി മാറ്റി വെച്ചുകൊണ്ട് ഈശ്വരനിൽ വിശ്വസിച്ച് ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട്, അതായത് ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നതിൽ അതിലൊരു പോസിറ്റീവ് പ്രോഗ്രസ്, അതിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് സംഭവിക്കും. ഓക്കെ, ഈ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിൽ. അപ്പോൾ നിങ്ങൾ കൂടുതലൊരു സ്പിരിച്വൽ ലെവലിലാണ് കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആ എനർജിയിൽ വരുന്ന ഷിഫ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാവിയിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും ടെൻസ്ഡ് ആവാൻ പാടില്ല. എന്തുകൊണ്ട് നടന്നില്ല എന്ന് ആലോചിച്ച് ടെൻസ്ഡ് ആവാനായിട്ട് പാടില്ല. ആ ഒരു ടെൻഷൻ വരുന്നത് മുൻപ് ഇതുപോലെ എന്തോ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു അനുഭവമുണ്ട്, നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിൽ നിന്ന് ഹീലാവാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു മാസമാണ്, ഫെബ്രുവരി മാസമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ റിലാക്സ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി സറണ്ടർ ആയിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതും നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഓക്കെ, പിന്നെ നിങ്ങളൊരു എന്താ പറയണ്ടേ, നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് ഇത് പഠിച്ചിട്ടുള്ളത്. അതായത് ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പാഠം. ആ ഒരു പാഠമാണ് ഈ ഒരു മാസം നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ കൊണ്ട് തന്നെ ഒരുപാട് കാട് കയറി ചിന്തിക്കുക, സ്ട്രെസ്സ്, ആൻസൈറ്റി, അതിൻ്റെ പേരിൽ പിന്നെ പ്രശ്നങ്ങൾ, അതായത് ആ ഒരു ചിന്തിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് അനുമാനിച്ച് വെക്കുകയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനാലിസിസിലേക്ക് വന്നു ചേരുകയും പിന്നെ അതിൻ്റെ ബേസിൽ റിയാക്ട് ചെയ്യുകയും അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ സോൾവ് ആയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ അവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഏതൊരു ബന്ധത്തിലാണെങ്കിലും, സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും, എന്താ പറയുക, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, പാർട്ട്ണർ, എന്ത് തന്നെയാണെങ്കിലും ഏതൊരു ബന്ധത്തിലും ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ അത് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങൾ ധൈര്യസമേതം എനിക്ക് തോന്നുന്നു അവിടെ വളരെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ നിങ്ങളാണ് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ട് എന്ത് ഇൻറ്റൻഷനിലാണ് കാര്യം പറഞ്ഞത്, എങ്ങനെയാണ് കാര്യം പറഞ്ഞത്, ആ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ ശ്രമിച്ചത്, ആ ഒരു ഇനീഷ്യേറ്റ് എടുത്തത് നിങ്ങളാണ്. ഓക്കെ, കാരണം നിങ്ങൾ കൃത്യമായി ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാണ് ഓക്കെ ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ് എന്ന് നിങ്ങളൊരു കീൻ ഒബ്സർവറാണ്. നിങ്ങളാണത് മനസ്സിലാക്കുന്നതും നിങ്ങളാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. ഇങ്ങനെയാണ് ഉണ്ടായത്, അപ്പോൾ അതുകൊണ്ടാണ് മറ്റാൾ ഇങ്ങനെ ചിന്തിച്ചത്. ചിലപ്പോൾ നിങ്ങളതിൽ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ മൊത്തം സിനാരിയോ കണ്ടൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളാണ് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അതിലൂടെ നിങ്ങൾ പഠിച്ച പാഠം ഇതാണ്, അതായത് ഏതൊരു കാര്യത്തിലും ഏതൊരു ചെറിയ കാര്യമായിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം.
അതാണ് എപ്പോഴും ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്താനും ആ ഒരു എന്താ പറയുക ഒരു ലൈഫിൽ ഒരു ഹാപ്പിനെസ് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യാം. കാര്യങ്ങളൊക്കെ അനാവശ്യമായ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ കുറേ നമുക്ക് ഒരു ട്രാൻസ്പാരൻറ്റ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയ പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു മാസമാണ്. ഓക്കെ, അതുപോലെ ഒബ്സർവേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ കൃത്യമായി ഒബ്സർവ് ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ അതിനനുസരിച്ച് നമുക്ക് പെരുമാറിക്കഴിഞ്ഞാൽ അതൊരു വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും സാധിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു മാസം. അതിപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഓക്കെ, നിങ്ങളുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, എവിടെയും കൃത്യമായ ആ ഒരു ഒബ്സർവേഷൻ, നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. ആ ഒബ്സർവേഷൻ സ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് സ്മൂത്തായിട്ടുള്ളൊരു ലൈഫ്, അതിപ്പോൾ വർക്ക് പ്ലേസിലായിക്കോട്ടെ ഫാമിലി ലൈഫിലായിക്കോട്ടെ ഉണ്ടാകാനും നിങ്ങളുടെ കീൻ ഒബ്സർവേഷൻ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സമയം, ആ ഒരു പാഠം പഠിച്ചിട്ടുള്ള സമയമാണ് ഈ ഒരു എന്താ പറയണ്ടേ ഫെബ്രുവരി മാസം. ഈ അനാവശ്യമായിട്ടുള്ള കാട് കയറി ചിന്തിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും എന്താ പറയുക നമ്മുടെ ചിന്തകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു പാഠം കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലിയർ ആയിട്ടുള്ള ഡയറക്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായ്മയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇല്ലായ്മയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇല്ലായ്മ തന്നെയാണ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് അവരുടെ ഒരു സ്റ്റാഗ്നൻസിയാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചത് ഈ ഒരു ഫെബ്രുവരി മാസത്തിലാണ്. അതേസമയം ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യാതെ എന്തിനാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത്. ഈ ഒരു എന്താ പറയുക മെൻ്റൽ പ്രിസൺ, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നത് എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഏതൊരു കാര്യത്തിൽ നമ്മൾ പരിശ്രമിക്കുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അത്ഭുതമാകുന്ന രീതിയിൽ എന്തൊക്കെ ചാലഞ്ചസ് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണോ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അതെല്ലാം മറികടന്ന് യൂണിവേഴ്സ് അത് നമുക്ക് വേണ്ട കാര്യം നമ്മളിലേക്ക് എത്തിച്ചിരിക്കും. നമ്മുടെ ഡെഡിക്കേഷനും നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ആക്ഷൻസ് നമ്മുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുക, ക്ഷമയോടെ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ ചാലഞ്ചാണ് മറികടക്കാൻ പറ്റില്ല എന്ന് തോന്നിയാലും അതൊക്കെ മറികടന്ന് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കും. അതിൻ്റെ ആ എത്തിക്കുന്ന വഴി, ആ ഒരു പ്രോസസ്സ് വളരെ സർപ്രൈസിങ് ആണ്. ആ ഒരു ഗോളിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതും വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. അതിലൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ ഒരു ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി ഇതുപോലെ പരിശ്രമിച്ച് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഇത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരുപാട് എന്താ പറയുക തടസ്സങ്ങളുണ്ട്, ഇതെങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തി ഓൾറെഡി ഒന്നില്ലെങ്കിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് വളരെ ക്ലോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുക റിയലൈസ് ചെയ്യുന്നൊരു പാഠമാണ് ഇത്. ഞാൻ ഇതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഞാൻ മുന്നിൽ കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ എങ്ങനെയോ മാജിക്കലി അതൊക്കെ മാറിപ്പോയി. ഞാനിപ്പോൾ ലക്ഷ്യത്തിനോട് അടുത്തിരിക്കുന്നു, വളരെ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ആ യൂണിവേഴ്സിൻ്റെ പ്രസൻസ് ഓക്കെ
നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കിനെ യൂണിവേഴ്സ് അക്നോളജ് ചെയ്യുന്നുണ്ടെന്നും ആ ഒരു യൂണിവേഴ്സിൽ അത്രയും നമ്മൾ ആ ഒരു വിശ്വാസം അർപ്പിക്കുമ്പോൾ യൂണിവേഴ്സ് എങ്ങനെയാണ് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ആ ഒരു എന്താ പറയുക, യൂണിവേഴ്സിൻ്റെ ഒരു സ്ട്രോങ് പ്രസൻസ് നിങ്ങൾ അനുഭവിച്ച ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പഠിച്ച പാഠതാണ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. യൂണിവേഴ്സ് അല്ലെങ്കിൽ എനർജി, സ്പിരിച്വാലിറ്റി, ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതുള്ളത് തന്നെയാണ്. അത് ആ ഒരു എത്രയും നമ്മൾ മറ്റുള്ളവർ എത്ര പറഞ്ഞു കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്കത് കൂടുതൽ എന്ത് ചെയ്യുക, നമ്മളിലെ ആ ഒരു വിശ്വാസം ഊട്ടിയുറക്കുക, അല്ലേ? അതാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം, ഒരു ഡിവൈൻ യൂണിയൻ എന്നുള്ളതിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം, ഒരു സക്സസ്, അതായിരിക്കാം. ഈശ്വരൻ്റെ വഴികൾ നിഗൂഢമാണ്, ഇതൊരു ലൈനാണ് ഞാൻ കേട്ടത് ഈ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് എടുത്തപ്പോൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത അതായിരിക്കും, ഈശ്വരൻ്റെ വഴികൾ വളരെ നിഗൂഢമാണ്, ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ. അപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു മാസം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ, ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടൊരു നല്ലൊരു എനർജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണുന്നു. അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കണ്ടെത്തിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിവൈൻ യൂണിയന് റെഡിയാണ് എന്നുള്ള, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ അലൈൻഡ് ആയി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കാത്തിരുന്ന ഒരു നേട്ടം, ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത്. പക്ഷേ അതിലേക്ക് നിങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയായിരുന്നു നടക്കുമെന്നുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റ്, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ അതിൻ്റെ യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല, വളരെ ബ്ലൈൻഡ് ആയിരുന്നു. ഓക്കെ, അതാണ് മൂൺ കാർഡ് കാണിക്കുന്നത്. ഒന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത് നടക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു ഗൈഡൻസ് അല്ലെങ്കിൽ യാതൊരു ക്ലൂ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ട്രാൻസ്ഫോർമേഷൻ നടന്നു. ആ ഒരു നിങ്ങളൊരു പുതിയ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാമായിരുന്നു നടക്കാൻ പോകുക എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. അതായത് ഒന്ന്, ഈശ്വരൻ്റെ വഴികൾ നിഗൂഢമാണ്, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല ഈശ്വരൻ്റെ വഴികൾ, അതിനും വളരെ മിസ്റ്റീരിയസ് ആണ്. അപ്പോൾ ഈശ്വരൻ അറിയാം എങ്ങനെ എന്ത് എപ്പോൾ നടത്തണമെന്ന് അറിയാം. ആ ഒരു ശക്തി, ആ പ്രപഞ്ച ശക്തിനെ നിങ്ങൾ അക്നോളജ് ചെയ്തിട്ടുള്ളൊരു നിമിഷമാണത്. അത് മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, എത്രത്തോളം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഷാർപ്പാണ്, അക്യുറേറ്റ് ആണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം നിങ്ങളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്തത് ഈ ഒരു അനുഭവത്തിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ടെന്ന് ചിലപ്പോൾ ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്, വളരെ ക്ലിയർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം. പിന്നെ ഒരു കാര്യം കാണുന്നത് ഇതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മാറ്റത്തിനെ സംബന്ധിച്ചിട്ടാണ്. ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകുക. ഓക്കെ, ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് കാണുന്നു. പരിശ്രമിച്ച് നിങ്ങൾ അതിനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഓക്കെ, ആ ഒരു കാത്തിരിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലായിരുന്നു. ഒരു നിരാശയായിരുന്നു നിങ്ങൾക്ക്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും റിസൾട്ട് വന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശയാണ് നിങ്ങൾക്ക്. പക്ഷേ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ആ കാര്യം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഒട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. അതൊരു ടവർ മൊമെൻ്റ് ആയിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമാണ്.
നിങ്ങളിപ്പോൾ നിങ്ങളൊരു പാഠം മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിലേ വരുന്നുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായി പരിശ്രമിച്ചു ഒരു ഡിലേ വരുന്നുണ്ട് എങ്കിൽ അവിടെ യൂണിവേഴ്സ് ഒരു സർപ്രൈസും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ലെസൺ നിങ്ങൾ പഠിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് മുന്നേ ഇതുപോലെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഒരു പാറ്റേൺ ഉള്ളതാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അത്രയും ശ്രമിച്ച് കിട്ടാതിരുന്നിട്ടുണ്ടോ, അത് കിട്ടുന്ന രീതി വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്ന പോലെയാണ്. നിങ്ങൾ അത്രയും പരിശ്രമിച്ച് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് നടക്കില്ലേ എന്നൊരു നിരാശ ഉള്ളിൽ വരുന്ന ഒരു സമയത്തായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ കാര്യം കിട്ടുന്നത്. നിങ്ങൾ ഒട്ടും അതിനായിട്ട് ഒരു എഫേർട്ട് എടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നില്ല. ആ രീതിയിലാണ് നിങ്ങൾക്ക് കാര്യം കിട്ടുക. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ ഇതേപോലത്തെ കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ചാലഞ്ചുകൾ കടന്നായിരിക്കും. പക്ഷെ നിങ്ങളുടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പ്രധാനപ്പെട്ടത് ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. പ്രത്യേകിച്ച് എനർജറ്റിക്കൽ വർക്ക്, നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളത് ചെയ്തു കഴിഞ്ഞു. പിന്നെ നിങ്ങളൊരു ക്ഷമ കാണിച്ചു നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ശരിയാണ്, നിങ്ങൾക്കതൊരു ടെൻഷൻ നിരാശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ഷമ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ആ ലക്ഷ്യത്തിനെ വിട്ടുകളഞ്ഞില്ല. അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം യൂണിവേഴ്സ് ഒരു സർപ്രൈസും കൊണ്ടുവന്നിട്ടുണ്ട്. അത് സർപ്രൈസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ സംബന്ധിച്ച് ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ്. ഏത് ജോബ്, ഇപ്പം നിങ്ങൾക്ക് ഏത് ജോബിലേക്കാണ് പോകേണ്ടതെന്നൊരു ഉറപ്പില്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ, ഇന്ന ജോബിൽ ഫോക്കസ് ചെയ്യുമോ, അതിനായിട്ട് വർക്ക് ചെയ്യുമോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് അതിലേക്ക് കൂടുതൽ അടുക്കുന്നതിനായിട്ട്, ആ ജോലി ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതായത് ആ ഒരു ഈശ്വരൻ കൊണ്ടുവന്ന ആ ഒരു അവസരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ജോബ് കിട്ടുന്നതാണ്. അങ്ങനെ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് നടന്നിട്ടുള്ളത്. പക്ഷെ നടന്ന രീതി എന്ന് പറയുന്നതും വളരെ പീസ്ഫുള്ളി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ശരിക്കും ലിറ്ററൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതന്ന ഒരു ഫീലാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈശ്വരൻ ഏതൊരു കാര്യത്തിനും ഡിലേ വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ആ കാര്യം പ്രതീക്ഷിക്കുന്നതിനും എളുപ്പത്തിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നടക്കുക എന്നുള്ള ഒരു പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്